ഹായ് കൂട്ടുകാരെ, ഇന്നലെ നമ്മുടെ ജോലി ഇതായിരുന്നു കേട്ടോ, റീപ്പോർട്ടിങ്. നമ്മുടെ ഒത്തിരി ചെടികൾ റീപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറമ്പിൽ ഒരു സൈഡിൽ നമ്മൾ താമര സെറ്റാക്കി വരുന്നു, അടുത്ത സൈഡിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബോഗൻ വില്ലാസ് ഉണ്ട്, യെസ്റ്റർഡേ ടുഡേ ടുമാറോ, അങ്ങനെ കുറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലുപൊടി, ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതാ ചെടി നടാനെടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നതാണ്. പൂ വിരിയുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്. പൂവ് ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ ചെടിയുടെ. ഒരേ സമയം തന്നെ 3 കളറിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ ചെടിയിൽ. ആദ്യം അത് വിരിഞ്ഞ് വരുമ്പോൾ ഒരു വൈറ്റ് കളറായിരിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതൊരു ഡാർക്ക് വയലറ്റിലേക്ക് മാറും കേട്ടോ. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അതൊരു ലാവണ്ടർ കളറിലേക്ക് മാറും. അങ്ങനെ ഒരേ സമയം തന്നെ ഒരു ചെടിയിൽ 3 കളറിൽ പൂവ് നമുക്കിതിൽ കാണാൻ കഴിയും കേട്ടോ. അതേപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ അത് വിരിഞ്ഞ് വരുന്ന സമയത്ത്. ഇത് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ, ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് നാടനാണ് കേട്ടോ. ഇത് വിരിയുന്ന സമയത്ത് ആ പരിസരം മുഴുവൻ നല്ലൊരു മണമാണ് കേട്ടോ. അതേസമയം ഹൈബ്രിഡിന് കുറച്ചുകൂടി വലിപ്പം ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ അടുത്ത് ഹൈബ്രിഡ് ഇല്ല കേട്ടോ. അപ്പം നമ്മളപ്പോൾ അങ്ങനെ നമ്മുടെ റീപ്പോർട്ടിങ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബോഗൻ വില്ലാണ് കേട്ടോ. ബോഗൻ വില്ല ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഹൈബ്രിഡ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് സെറ്റാക്കണം. അപ്പോൾ അത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നത് അടുത്ത മാസം. അപ്പോൾ അതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ അത് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിധമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്തു കേട്ടോ. അതാ ഇത്രയും പ്ലാന്റുകൾ നമ്മൾ നട്ടു കേട്ടോ. ആ കൂട്ടത്തിൽ കുറച്ച് മാവ്, പ്ലാവ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ബോഗൻ വില്ലാസൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഇതെല്ലാം പ്രൂൺ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാനായിട്ട് കവറൊന്നും നിറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ചെയ്യണം, നല്ലൊരു സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ട് വെക്കണം, അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലെല്ലാം നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം യൂട്യൂബിൽ നിറവെന്ന നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.